ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരുപാട് പേർക്ക് വളരെ യൂസ്ഫുൾ ആകുന്ന വീഡിയോ ആണ്. ഉറപ്പായിട്ടും ഈ ഒരു ഡ്രിങ്ക് നിങ്ങളുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കൊഴുപ്പിനെ ഉരുക്കിക്കളഞ്ഞ് ചാടിയ വയറൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്നുള്ളത് മാത്രമല്ല, നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണിത്. അപ്പോൾ ഇതെല്ലാവരും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ദിവസവും കുടിക്കുകയെന്നാണെങ്കിൽ ഉറപ്പായിട്ടും നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ അതിനാദ്യമായിട്ട് നമ്മൾ കുടിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ഗ്ലാസ് വെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് 1 ടീസ്പൂണോളം ചെറിയ ജീരകമാണ്. ചെറിയ ജീരകം എന്ന് പറഞ്ഞാൽ ക്യുമിൻ സീഡ്, പിന്നെ 1 ടീസ്പൂൺ തന്നെ പെരിഞ്ജീരകം ഫെനൽ സീഡ്, രണ്ടും ഓരോ ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഉലുവയാണ്. ഉലുവേൻ്റെ കണക്ക് എന്ന് പറയുന്നത് ഒരു 10 മണിയോളം, അത്ര മാത്രം മതി. ഒരുപാടൊന്നും ഇടേണ്ട ആവശ്യമില്ല. എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നന്നായി തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അതായത് നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം ഒരു 1/4 ഭാഗം ഒന്ന് വറ്റിയാൽ മതി. ആ ഒരു രീതിക്ക് നമ്മൾ ഇതിനൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ വെള്ളം ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് അവസാനമായിട്ട് ഒരു സാധനം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അത് തീ ഓഫ് ചെയ്തതിന് ശേഷം ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കുറച്ച് പുതിന ഇലയാണ്, അതായത് ഒരു 5 ഇല മാത്രം മതി. നല്ല ഫ്രഷ് ആയിട്ടുള്ള 5 ഇല ആ ചൂടുള്ള വെള്ളത്തിലൊന്ന് ഇട്ട് കൊടുക്കുക. ഇനി നമ്മളിത് കുറച്ച് നേരം ഇതേപോലെ വെക്കുക. എന്നിട്ട് ഇളം ചൂടിൽ മാത്രമേ നമ്മളിത് കുടിക്കാൻ പാടുള്ളൂ. നല്ല ചൂടിൽ ഇത് കുടിക്കാൻ പാടില്ല. അപ്പോൾ ആ ഒരു ഇല ഇട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ വെള്ളം ഞാനൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചു കൊടുക്കുമ്പോൾ അതൊന്ന് അരിച്ചു കൊടുക്കുക കേട്ടോ. അതിൻ്റെ ആ ജീരകമെല്ലാം ഒന്ന് അരിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ എല്ലാത്തിൻ്റെ സത്ത് നന്നായി ഇറങ്ങിയിട്ടുണ്ടാവും ആ ഒരു ഒന്ന് തണിഞ്ഞു വരുന്ന ആ ഒരു സമയത്തിലേക്ക്. ഇനി അവസാനമായിട്ട് നമുക്കിതിലേക്ക് അരമുറി ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഏകദേശം 1 ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങ നീരിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. നല്ല ചൂടുള്ള വെള്ളത്തിലേക്ക്, നല്ല തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ ചെറുനാരങ്ങ നീര് ഒഴിക്കരുത് കേട്ടോ. ഒരു ഇളം ചൂടായതിൻ്റെ ശേഷം മാത്രം നമ്മൾ ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇതിലേക്ക് ഹണി യൂസ് ചെയ്യാം. അല്ലാത്തവർ ഹണി ഇല്ലാണ്ട് കുടിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ഹണിയിൽ ചിലപ്പോൾ ഷുഗർ കണ്ടൻറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എല്ലാന്നാണെങ്കിൽ നിങ്ങൾക്ക് 100% ഉറപ്പാവണം. അത് ചെറുതേന് അങ്ങനെയുള്ളതെല്ലാം ആണെങ്കിലാണ് ഏറ്റവും ബെസ്റ്റ് വെയിറ്റ് ലോസിന്. അല്ലെങ്കിൽ അത് വെയിറ്റ് ലോസിന് എന്താ പറയുക, നെഗറ്റീവായിട്ടാണ് എഫക്റ്റ് ചെയ്യുക കേട്ടോ, ഷുഗർ കണ്ടൻറ്റുള്ള ഹണി യൂസ് ചെയ്താൽ. അപ്പോൾ ഇത് ദിവസവും രാവിലെ വെറും വയറ്റിലാണ് നിങ്ങൾ കുടിക്കേണ്ടത്. വെറും വയറ്റിൽ ഇത് ദിവസവും കുടിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നല്ല റിസൾട്ടായിരിക്കും. സ്കിൻ ഗ്ലോ ചെയ്യും. അതുപോലെ തന്നെ നമ്മളെ ചാടിയ വയറ് കുറയാനും ഒരുപാട് സഹായിക്കുന്ന നല്ലൊരു ഡ്രിങ്കാണിത്. 2 ദിവസം കുടിച്ചിട്ട് 3-ാമത്തെ ദിവസം റിസൾട്ട് കിട്ടുന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. അപ്പോൾ ഇത് കണ്ടിന്യൂസ് കുടിക്കുകയാണെങ്കിലും അതേപോലെ തന്നെ നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾ ചെറിയ മാറ്റങ്ങൾ വരുത്തണം. ഷുഗർ കൂടുതൽ കഴിക്കരുത്, ഓയിലി ഫുഡ് ഒഴിവാക്കുക, റൈസ് ഫുഡിൻ്റെ അളവ് നന്നായിട്ട് തന്നെ കുറക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾ ഈ വിചാരിച്ച പോലത്തെ റിസൾട്ടെല്ലാം കിട്ടൂ. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് കുടിച്ചിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റിലൂടെ വന്ന് അറിയിക്കുക. ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാ നിങ്ങളെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.